ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദർശ് അനിയോട് പറയുന്നുണ്ട്, നീ ഇനിയും നന്ദുവിൻ്റെ പുറകെ നടക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, അതിന് മാറ്റമൊന്നും കാണില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവാണ്. അന്നേരം അത് കേൾക്കുന്ന എനിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. നയനെ അതുപോലെ തന്നെ ഇത്തിരി ദേഷ്യത്തോടെ അങ്ങ് നോക്കിയിട്ട് അങ്ങ് പോകുന്നു. അന്നേരം അനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആരൊക്കെ എൻ്റെ മുഖത്ത് തല്ലിയാലും ഞാൻ അവളെ കാണാതിരിക്കുകയില്ല, അവളെ കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തുമില്ല എന്നിങ്ങനെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ പോയി കാണുകയാണ്. അവർ കൺഗ്രാജുലേഷനൊക്കെ ഇങ്ങനെ പറയും, പോലീസായിട്ടാണല്ലോ SI ആയിട്ടാണല്ലോ തിരിച്ചു വന്നത്, അതുകൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, റോഡിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പെറ്റി അടിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, അതൊന്നും ഉണ്ടാകില്ല, എൻ്റെ അച്ഛനാണെങ്കിൽ പോലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എങ്കിൽ നിനക്ക് അനിയെ എപ്പോഴും പിടിച്ച് ജയിലിലിടാനേ സമയം കാണുള്ളൂ, കാരണം നിൻ്റെ പുറകെ നടന്നവൻ ശല്യം ചെയ്യുമ്പോൾ നിനക്ക് വേറെ നിവൃത്തിയൊന്നും കാണില്ലല്ലോ എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുക. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാ, അവൻ്റെ മനസ്സെന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതുപോലെ നിൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാം, നിനക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല, ശരീരത്തിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, നന്നായി മെലിഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറെ മാറ്റം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. SI യൂണിഫോം എൻ്റെ ശരീരത്തിൽ കയറുന്നതിന് മുൻപ് ട്രെയിനിങ് ക്യാമ്പിൽ എന്നെ ഇട്ട് ചവിട്ടിക്കൂട്ടിയ ആൾക്കാർക്ക് തിരിച്ച് പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആ ട്രെയിനർക്ക് നീ അന്ന് തന്നെ തിരിച്ച് പണി കൊടുത്തതല്ലേ, ഇനിയും പോയി തല്ലണോ എന്ന് ചോദിക്കുമ്പോൾ, അയാളല്ല, അയാളെ അവിടെ നിയമിച്ച് അയാളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്യിച്ച കുറച്ച് പേരുണ്ട്, അവരുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോകാം, ഇപ്പോൾ വേണമെങ്കിൽ പോകാം എന്ന് പറയും. അന്നേരം നന്ദു പറയും, വേണ്ട, നമുക്ക് എന്നും പോകുന്ന സമയത്ത് പോയാൽ മതി എന്ന്. അങ്ങനെ അവർ രാത്രിയിൽ വേണുവിൻ്റെ രേവതിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുവാണ്. അവർ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ഏതായാലും മതിൽ ചാടി ചെല്ലുന്നു, കുറ്റി തുറന്ന അകത്തിങ്ങനെ കയറുവാണ്. കയറിയിട്ട് നന്ദു അവിടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊട്ടുന്ന പോലത്തെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും വേണു എഴുന്നേൽക്കും. വേണു രേവതിയോട് പറയുന്നുണ്ട്, എന്തോ കൊട്ടുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, പുറത്തൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കിടക്കുന്ന റൂമിൻ്റെ ഡോർ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പം രേവതി, ശരിയല്ലോ, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ, അതെന്താ പോലും എന്നിങ്ങനെ വേണു പറയുമ്പോഴേക്കും, അയ്യോ, ആ പെണ്ണ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നെന്നാണ് പറഞ്ഞത്, ഇനി അവളെങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി, നമുക്ക് മുറുകി കയറാം എന്നിങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും നന്ദുവും കൂട്ടുകാരും കൂടി ഇങ്ങനെ കുറേ തല്ലും കേട്ടോ. എന്നിട്ട് ചവിട്ടി മെതിച്ച് ഇങ്ങനെ കുറേ കൊടുക്കും. എന്നിട്ട് ആ ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് അവരവിടെ നിന്ന് പോരുന്നത്. പിന്നീട് നേരം വെളുത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ കാണിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് അവരിങ്ങനെ ഫ്രഷായി വന്ന് കഴിയുമ്പോഴേക്കും അവർക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് നയന വരും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, രാവിലെ തന്നെ ചായ ആയിട്ട് വന്ന മരുമോൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, നന്ദുവിന് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ SI ആയിട്ട് ചാർജ് എടുക്കാം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയുക. അന്നേരത്തേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം. അന്നേരം അവൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ മുത്തശ്ശനെ ശല്യം ചെയ്യാനൊന്നും വന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, മോൾ എന്നെ ശല്യം ചെയ്തില്ലെങ്കിലും മോളുടെ മനസ്സ് എനിക്കറിയായിരുന്നു, ഇയാളാണ് എന്നോട് പറഞ്ഞത് മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ, ആർക്കും വേണ്ടി ഞാൻ ശുപാർശകളൊന്നും ചെയ്യുന്നതല്ല, പിന്നെ മോൾക്ക് മോളുടെ ആഗ്രഹം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും അന്നേരം നയന പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം വെച്ച് ഇവിടെ ആണെങ്കിലും പ്രശ്നമായിരിക്കും, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം കയറി പ്രതികരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ കനകയെ വിളിച്ചായിരുന്നു. അന്നേരം കനക പറഞ്ഞു, കനകയ്ക്കും ആ കാര്യങ്ങൾ ഓർത്ത് പേടിയുണ്ട്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ കയറി അങ്ങ് പ്രതികരിക്കും, അതൊരു വലിയ പ്രശ്നമാണ് എന്ന് കനകയും പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇന്നത്തെ കാലത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാത്ത മനുഷ്യരാണ് കൂടുതൽ പേരും, അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം നന്ദുവിന് കിട്ടിയത് നല്ലതല്ലേ, അവളുടെ സ്വഭാവത്തിന് ചേരുന്ന ജോലിയാണ് അവൾക്ക് കിട്ടിയത് എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഭയങ്കര സന്തോഷത്തോടെ നയന അവിടുന്ന് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു ഒരു മിടുക്കി കുട്ടിയാണ്, ഏതായാലും അവൾക്ക് ചേരുന്ന ജോലി കിട്ടിയതുകൊണ്ട് അവൾ ഇതിനകത്ത് ശോഭിക്കുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുക, ആ മിടുക്കിക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അത് സാധിക്കാത്തത് കൊണ്ടാണ് അനിയുടെ ജീവിതം ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്,
കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നടക്കാത്ത കാര്യത്തെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട. അനിയും അനാമിക്ക് ഇനി എങ്ങനെ ഒത്തുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അവർ തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരികയാണ്. അതിനി ഒരു ഡിവോഴ്സിലേക്കും ഫാമിലി കോർട്ടിലേക്കും ഒക്കെ പോകാതെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു രാവിലെ ഫ്രഷ് ആയിട്ട് ഒന്ന് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, മോൾ എങ്ങോട്ട് പോവുക എന്ന്. അന്നേരം കൂട്ടുകാരുടെ കൂടെ ഒന്ന് നടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ കൂട്ടുകാരുടെ കൂടെ അനി ഉണ്ടാകരുത് കേട്ടോ എന്ന്. അന്നേരം നന്ദു പറയും, ഇല്ല അച്ഛാ, ഞാൻ അനിയുടെ കൂടെ പോകാറൊന്നുമില്ല. അവൻ എന്നെ കാണാൻ വന്നാൽ പോലും ഞാൻ മുഖം തിരിച്ച് പോകും, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും കനക അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരും. എന്നിട്ട് പറയും, പോകല്ലേ പോകല്ലേ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഗോവിന്ദേട്ടാ അറിഞ്ഞോ, നമ്മുടെ നന്ദുവിന് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ് ചാർജ് കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ നയനമോള് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നേരെ ഗോവിന്ദൻ്റെ ഡയലോഗ്, ഷോ ഇത്തിരി ദൂരെയായിരുന്നു നല്ലത് എന്ന്. അന്നേരം കനക ചോദിക്കും, അതെന്താ ഗോവിന്ദേട്ടാ ഇപ്പം ഇങ്ങനെ പറയുന്നേ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദ പറയുവാണ്, അങ്ങ് ദൂരെ ആയിരുന്നെങ്കിൽ നമുക്ക് നന്ദുമോളുടെ കൂടെ അവിടെ പോയി നിൽക്കായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുകയും ചെയ്യാം, മരുമോൻ ഇങ്ങനെ മേടിച്ചു തന്ന വീട്ടിൽ താമസിക്കുകയും ചെയ്യേണ്ട. അനിയെ കുറേ കാലം നന്ദു കാണാതെ ഇരുന്നോളുമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ ആദർശേട്ടനെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും അനിയും തമ്മിൽ ഇപ്പം ഒരു ബന്ധവും ഇല്ല, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പോരെ എന്ന് പറഞ്ഞിട്ട് നന്ദു പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, ഇത്തിരി ദൂരെ ആയിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ നന്ദുമോളെ ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത്രയ്ക്ക് എൻ്റെ മനസ്സ് മരിച്ചുപോയി എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന ദേവയാനിയുടെ അടുത്തിങ്ങനെ ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം. മോളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ, അവൾ എസ് ആയി നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ചാർജ് എടുക്കാൻ വന്നു, അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇനി അവൾക്ക് നല്ലൊരു ചെക്കനെ കൂടി കണ്ടുപിടിക്കണം, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് ദേവയാനി പറയുമ്പോൾ അങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തിനാ വേറെ ചെക്കനെ നോക്കുന്നേ, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരുത്തൻ, അവനെ തന്നെ അങ്ങ് ആലോചിച്ചാൽ മതി പിന്നെ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കും, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. അന്നേരം എന്താന്നോ, ഇവളോട് ചോദിച്ചു നോക്ക്, ഇവൾക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോഴേക്കും നീ എന്തിൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് നയന പറയും. അന്നേരം പറയും, നീ അറിഞ്ഞ കാര്യമായിരിക്കും, എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം, അവൾ ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയും തല്ലി, അവനെ കിട്ടാത്തതിനുള്ള ദേഷ്യമാണ് അവൾ ഈ തീർക്കുന്നത്, അതിനി വെച്ച് പൊറപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അനാമിക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുക. അന്നേരം ദേവേനി ചോദിക്കും, നന്ദുവും കൂട്ടുകാരും ആ മോളുടെ അച്ഛനും അമ്മയും തല്ലിയെന്ന് ആരാ പറഞ്ഞത്, അവരായിരിക്കില്ല മോളുടെ അച്ഛനും അമ്മയും തല്ലിയത്, അവരെ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, കണ്ടാലും ഇല്ലെങ്കിലും അവളാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, അല്ലാതെ എൻ്റെ അച്ഛനമ്മയ്ക്ക് വേറെ ശത്രുക്കൾ ആരുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നന്ദു അങ്ങനെ ചെയ്യത്തൊന്നുമില്ലെന്ന്. അന്നേരം അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കരുത്, നീ അവൾ തന്നെയാണ് ചെയ്തത്, ഏതായാലും ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, വെറുതെ വിടരുത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം, അവർ അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാലോ നന്ദുവും കൂട്ടരുമാണോ ഇത് ചെയ്തതെന്ന്, പിന്നെ അതിനൊരു അവസാനം കാണാലോ എന്ന് പറയുമ്പോൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക അവിടുന്ന് പോയി കഴിയുമ്പോഴേക്ക് നയനയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ ഇത് ശരിക്കും നന്ദുവും കൂട്ടുകാരും ആണോ ചെയ്തത് എന്ന്. അന്നേരം നയന എനിക്കറിയത്തില്ല അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ അവരാണ് ചെയ്തത് എങ്കിൽ എന്തെങ്കിലും പോലീസ് കേസായി അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ ജോലി പോകുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നയനയ്ക്ക്. ഏതായാലും അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന അനാമിക നേരെ അനിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. അനി വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഇരുന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അടുത്തോട്ട് വന്നിട്ട്, നിനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഇരുന്നങ്ങ് ചിരിക്കട എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ഇരുന്ന് ചിരിക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല, നിൻ്റെ തലയ്ക്കിപ്പോൾ കുഴപ്പമുള്ളത്, നീ പോയി ചികിത്സിക്കുക എന്ന് പറയും. അന്നേരം നീ അറിഞ്ഞു കാണും, എങ്കിലും ഞാൻ പറയാം, അവൾ നിൻ്റെ കാമുകി എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ കയറി തല്ലി, ഇതറിഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമായി കാണൂലേ എന്നിങ്ങനെ പറയും. നന്ദു കയറി തല്ലിയോ ശരിക്കും എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നീ അറിഞ്ഞില്ലായിരിക്കും അല്ലേ, എനിക്കറിയാം അവർക്ക് തല്ല് കിട്ടിയില്ലെങ്കിൽ നന്നായി എന്നായിരിക്കും നിൻ്റെ മനസ്സിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്നോട് വഴക്കുണ്ടാക്കുന്നതിന് പകരം നീ നിൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ നോക്കി എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആപത്ത് പറ്റി എന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ കൂടെ വന്നേക്കാം എന്ന് നീ ചിന്തിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്ന് നിൻ്റെ വീട്ടുകാർ
പറയുകയാണെങ്കിൽ നീ അതങ്ങ് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകത്തില്ല, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ആ നന്ദു വന്ന് കയറും, അവൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ഇവിടെ കടിച്ചു പിടിച്ച് കിടക്കും എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അനിക്ക്. പിന്നെ കാണിക്കുന്നത് കൈയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് ആകെ വിഷമത്തിലിരിക്കുന്ന വേണുവിനെയാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, എന്നെ തല്ലി എന്നറിയാമോ മോളെ, എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അച്ഛാ, നമുക്കിത് കേസ് കൊടുക്കുക എന്ന് പറയുക. അന്നേരം രേവതി പറയുന്നുണ്ട്, അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് നയനയുടെ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും അവൾമാർക്കറിയാം, അവൾമാർ ഇതെല്ലാം അങ്ങ് വിളിച്ച് പറയുകയില്ലേ, അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥാനം കാണുമോ, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം വേണുവും പറയുന്നുണ്ട്, അത് നേരാ ശരിക്കും, അത് അവൾ ഇത് ചെയ്തത് ട്രെയിനിങ് ക്യാമ്പിൽ ആ സംഭവം നടന്നതുകൊണ്ടാണ്, അത് നമ്മൾ ആ ചെയ്യിപ്പിച്ചത് എന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും, അതുകൊണ്ട് ഇനി ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവൾ എങ്ങനെയെങ്കിലും പുറത്തായിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടിനെയും കൊന്നേനെ എന്നിങ്ങനെ വേണു പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതാ പറഞ്ഞത് ഇങ്ങനെ വെറുതെ വിടണ്ട എന്ന്, ഒരു വക്കീലിനെ കണ്ട് നമുക്ക് ഇതിൻ്റെ നിയമവശമൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ന് പറയുമ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, അവൾ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്നാൽ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അനാമിക പറയുന്നുണ്ട്. അനാമിക ഭയങ്കര ദേഷ്യത്തിലാട്ടോ. അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന അനാമിക കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.